الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചും തഖ്വയോടുകൂടി ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണമെന്ന കാര്യം ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹം എന്ന പ്രക്രിയയിലൂടെയാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഒരു കുടുംബം രൂപപ്പെടുന്നത്. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞത്. അപ്പൊ അതിൽ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. വിവാഹത്തിന് പ്രായം പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഏത് പ്രായത്തിലാണ് പുരുഷൻ വിവാഹിതനാവേണ്ടത്, ഏത് പ്രായത്തിലാണ് സ്ത്രീ വിവാഹിതനാവേണ്ടത് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ അങ്ങനെ അതിന്റെ ഒരു കൃത്യമായ പ്രായം അല്ലെ, ബാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രാ എന്ന് പറഞ്ഞ പ്രായപൂർത്തിയും പക്വതയും എത്തിയ ഒരു മനുഷ്യൻ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അവർക്ക് വിവാഹത്തിൽ ഏർപ്പെടാം അല്ലെങ്കിൽ ഏർപ്പെടണം, വിവാഹിതരാവണം എന്നതാണ്. അപ്പൊ അതിന് നമ്മളൊരു കണക്ക്, ഓരോ സ്ഥലങ്ങളിൽ ഓരോ കണക്ക്. 22 വയസ്സ് പുരുഷനും 18 വയസ്സ് സ്ത്രീക്കും, അല്ലെങ്കിൽ 25 വയസ്സ് പുരുഷനും 20 വയസ്സ് സ്ത്രീക്കും, ചിലയിടത്ത് 20 വയസ്സ് പുരുഷനും 16 വയസ്സ് സ്ത്രീക്കും. പല നാടുകളിൽ പല നിയമങ്ങളാണ്. ചില ആളുകളുടെ ധാരണ അനുസരിച്ച് 25 വയസ്സ് പുരുഷനും അതിന്റെ ഒരു താഴെ 2 3 ഒക്കെ വയസ്സ് സ്ത്രീക്കും ആകുമ്പോഴാണ് അത് ഒരു സെറ്റാവുന്നത് എന്നാണ്. അപ്പൊ ഇങ്ങനെ ഓരോ പ്രദേശത്തും ഓരോ ധാരണ അല്ലെങ്കിൽ ഓരോ കാഴ്ചപ്പാട്. യഥാർത്ഥത്തിൽ ബാഅത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രായപൂർത്തിയും പക്വതയുമാണ്. അപ്പൊ ഒരു പുരുഷൻ ഒരു കല്യാണം ചെയ്ത് തന്റെ ഇണയെ സംരക്ഷിക്കാനും തീറ്റിപ്പോറ്റാനുമുള്ള പ്രാപ്തിയും കഴിവും ഉണ്ടെങ്കിൽ അയാൾ വിവാഹിതനാവുക. അതുപോലെ പ്രായപൂർത്തിയും പക്വതയും എത്തിയ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി വിവാഹിതനാവുക. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ വിവാഹത്തിൽ ഏർപ്പെടണം. അതാണ് പോയിന്റ്. വിശുദ്ധ ഖുർആന്റെ ഒരു കൽപ്പന എങ്ങനെയാണെന്ന് അറിയോ? അൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും. നിങ്ങളിലുള്ള അവിവാഹിതരെ നിങ്ങൾ വിവാഹം ചെയ്യിപ്പിക്കണം. പിടിച്ചു കെട്ടിക്കുക നമ്മൾ പറയും, നമ്മളൊരു പ്രയോഗത്തിൽ പിടിച്ചു കെട്ടിക്കുക. അത് പിടിച്ചു കെട്ടിക്കണം. എന്താണെന്നറിയോ? കുറെ കുട്ടികൾ ഇങ്ങനെ പിന്നെ ചിലരൊക്കെ പറയുന്നത് വെച്ചാൽ ഒന്ന് സെറ്റാവണം. ഈ സെറ്റാകാൻ വേണ്ടി കാത്തു നിന്നപ്പോ കുറെ ആള് ഇപ്പൊ എന്റെ അടുത്ത് ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമുക്കൊരു കല്യാണം വേണം നമ്മളെ ഒരാൾക്ക്. അപ്പൊ എത്ര 35 വയസ്സായി.
അപ്പൊ ഈ 35 വയസ്സ് വരെയും കല്യാണം കഴിക്കാൻ അതിങ്ങനെ ഒന്ന് സെറ്റാവട്ടെ. ഇപ്പൊ നല്ല സെറ്റായി. ഇനിയിപ്പോ ഇനി അത് സെറ്റാക്കി കിട്ടാനുള്ള പാടെത്രയാണ്? യഥാർത്ഥത്തിൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം വരുമ്പോ ഞാൻ രക്ഷിതാക്കളോടാണ് പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. കാരണം വിശുദ്ധ ഖുർആൻ എന്താ പറയണമെന്ന് അറിയോ? അങ്കിഹൂന്ന, നിങ്ങൾ കല്യാണം ചെയ്യിപ്പിക്കണം. പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾ. അപ്പൊ പെൺകുട്ടികൾ പഠിക്കണം. പഠിക്കുന്നതിന് കുഴപ്പമില്ല. അത്യാവശ്യം പഠിച്ചൊരവസ്ഥയിലെത്തിയാൽ കല്യാണം നടത്തിക്കൂടെ? ഇനി കല്യാണം കഴിഞ്ഞാലും പഠിക്കാം. അതങ്ങനെ സാധാരണഗതിയിൽ നടക്കാറില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞാലും പഠിക്കാം. ഇനി അതല്ല, പഠിച്ച് ഒരു ലെവലെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഉപരിപഠനമൊക്കെ പിന്നെ സൗകര്യം പോലെ അവർ പഠിക്കുക കാര്യങ്ങളൊക്കെ നടത്താം. ഒരു ലെവൽ എത്തുന്നത് വരെയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു അനിയന്ത്രിതമായി ഇതിനൊരു വ്യവസ്ഥയൊന്നും ഇല്ലാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിന്റെ കുഴപ്പങ്ങൾ നാട്ടിലും സമൂഹത്തിലും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച പ്രകൃതി, ജന്തുജീവജാലങ്ങളെ സൃഷ്ടിച്ച പ്രകൃതി, ആ പ്രകൃതിയോട് നമ്മൾ ചേർന്നും ഇണങ്ങിയും ജീവിക്കണം. ആ പ്രകൃതി എന്താ? അതിന്റെ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പ്രസക്തമായ പ്രായം എന്ന് പറയുന്നത്, കാലം എന്ന് പറയുന്നത് യുവത്വമല്ലേ? ആ യുവത്വത്തിലാണ് സ്വാഭാവികമായി ഏതൊരു ജീവിയും, മനുഷ്യനും ഏത് ജന്തുക്കളും തന്റെ ഇണയെക്കുറിച്ച് ചിന്തിക്കുന്നതിനും കൂട്ടുജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും. ആ ഒരു കാലം ഒന്നുമല്ലാത്ത രൂപത്തിൽ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി കടന്നുപോയിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് സെറ്റാകാൻ നോക്കിയാൽ എങ്ങനെ സെറ്റാവും? അപ്പൊ ഇതൊരു സംഗതിയായിട്ട് നമ്മുടെ രക്ഷിതാക്കളും മാതാക്കളും പിതാക്കളും ഇത് പരിഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതോടൊപ്പം ചെറുപ്പക്കാരികളും ഈ സംഗതി ഉൾക്കൊള്ളണം എന്ന കൂടിയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അത് ചില സംശയങ്ങൾക്കുള്ള അന്വേഷണങ്ങൾക്കുള്ള ഒരു മറുപടി കൂടി എന്ന അർത്ഥത്തിലാണ്. അതോടൊപ്പം ഇനി അതിൽ പറയാനുള്ള ഒരു കാര്യം കൂടി, ഒരു കാര്യം അതിൽ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹവുമായി ബന്ധപ്പെട്ട് ഇണകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ടെന്ന 1-2 കാര്യങ്ങൾ മാത്രമേ ഇന്ന് പറയാം. എന്താണ് യഥാർത്ഥത്തിൽ വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യം? ഒരാൾ കുടുംബജീവിതം നയിക്കുന്നവന്റെ ലക്ഷ്യം ഒരാളുടെ ശാരീരികവും മാനസികവുമായ ആഗ്രഹങ്ങളുടെ അഭിലാഷങ്ങളുടെ പൂർത്തീകരണം, ചേരാനും ചേർക്കാനുമുള്ള ഒന്ന്. ശാരീരികമായ ആവശ്യങ്ങളുടെ, ആഗ്രഹങ്ങളുടെ, അഭിലാഷങ്ങളുടെ പൂർത്തീകരണം, അതോടൊപ്പം സമാധാനപൂർണമായ സന്തോഷമുള്ള ഒരു ജീവിതം. കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. സന്തോഷവും സമാധാനവും ജീവിതത്തിൽ, കുടുംബത്തിൽ. അതെങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഇനി വേറെ പറയണം. അതിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, സന്തോഷവും സമാധാനവുമുള്ള ഒരു കുടുംബം രൂപീകരിക്കപ്പെടുമ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ, ആദ്യത്തെ ചുവടുവെപ്പ് തന്നെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഏതാണ് ആദ്യത്തെ ചുവടുവെപ്പ്? അത് ഇണയുടെ തെരഞ്ഞെടുപ്പാണ്. ഇണയുടെ തെരഞ്ഞെടുപ്പിൽ എന്ത് മാനദണ്ഡം വെച്ചുകൊണ്ട് ഇണയെ തെരഞ്ഞെടുത്തു? ആ തെരഞ്ഞെടുപ്പ് നന്നായാൽ പകുതിയും നന്നായി. പിന്നെ ബാക്കി പകുതി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ. തെരഞ്ഞെടുപ്പ്, ഇണയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ കൂടി കൊണ്ട് മാത്രം ചിലപ്പോ ശരിയായി പോകില്ല. ഇതിൽ ദീനിന്റെ അധ്യാപനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികൾ എന്ന നിലക്ക്, മുസ്ലിങ്ങൾ എന്ന നിലക്ക് ദീനിന്റെ അധ്യാപനങ്ങൾ, നമ്മൾ ഒരു പുരുഷൻ തന്റെ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ, സ്ത്രീയെ തെരഞ്ഞെടുക്കുമ്പോൾ, പെൺകുട്ടിയെ തെരഞ്ഞെടുക്കുമ്പോൾ, ഒരു പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ ഒരു വരനെ, ഒരു പയ്യനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്ത് മാനദണ്ഡമാണ് അതിൽ പ്രധാനമായി പരിഗണിക്കേണ്ടത് എന്നതിൽ നമ്മൾ കൃത്യമായി നമ്മുടെ ദീനിന്റെ അധ്യാപനം അറിഞ്ഞിരിക്കണം. അതിൽ അബദ്ധം സംഭവിച്ചുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ 2 ഹദീസ് ഞാൻ നിങ്ങളെ ചുരുക്കി കേൾപ്പിക്കാം. ഒരു ഹദീസ്, രണ്ടും നമുക്കറിയുന്ന ഹദീസാണ് കേട്ടോ. 3 ഹദീസ്. ഒരു ഹദീസ് എന്താണെന്നറിയോ? പുരുഷൻ സ്ത്രീയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ്. തുങ്കഹുൽ മർഅതു ലി അർബഇൻ. എപ്പോഴും കേൾക്കുന്നത് ഈ വിവാഹത്തുവയിലൊക്കെ പറയും. തുങ്കഹുൽ മർഅതു ലി അർബഇൻ. സ്ത്രീകളെ 4 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വിവാഹം ചെയ്യാറുണ്ട്. സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ലിമാലിഹ, സമ്പത്ത് പരിഗണിച്ചിട്ടുണ്ട്. മുതൽ കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കും. സ്ത്രീധനമായിട്ട് കിട്ടുന്നത് നോക്കും. നല്ല ജോലി ഉള്ളതാണെങ്കിൽ മാസം വരുന്നത് നോക്കും. അതൊന്നും അല്ലെങ്കിൽ നല്ല സമ്പത്തുള്ള ഒരു കുടുംബത്തിൽ നിന്നാണെങ്കിൽ പിന്നീട് കിട്ടാൻ പോകുന്നത് നോക്കും. അങ്ങനെയൊക്കെ നോക്കും. ഇതൊക്കെ ഉള്ളതാണ്. അപ്പോ സമ്പത്ത് പരിഗണിച്ചുകൊണ്ട് കല്യാണം നടക്കും, അല്ലെ? ലിമാലിഹ. വലി ഹസബിഹ, തറവാട് പരിഗണിച്ചുകൊണ്ട് കല്യാണം നടക്കും. വലിയ തറവാട്ടെന്നായിരിക്കും. കാരണം ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്,
വലിയ തറവാട്ടുകാരൻ. അപ്പൊ നമ്മളോട് തറവാടിനോട് യോജിക്കുന്ന, നമ്മളോട് കിടപിടിക്കുന്ന ആ അവസ്ഥയിൽ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ തറവാട് നോക്കിയിട്ടൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിക്കും. വലിയ ജമാലിഹ, സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കും. സൗന്ദര്യം നോക്കിയിട്ട് കല്യാണം കഴിക്കും. 3 കാര്യങ്ങളുണ്ട്. 3 പറഞ്ഞില്ലേ, 4 കാര്യങ്ങളുണ്ട്. വലി ദീനിഹ, ദീന് നോക്കിയിട്ട്, ദീനും സംസ്കാരവും നോക്കിയിട്ടും കല്യാണം നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നാട്ടിൽ ഇങ്ങനെ നടക്കാറുണ്ട് എന്ന്. പെൺകുട്ടികളെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സമ്പത്ത് നോക്കാറുണ്ട്, അവരുടെ തറവാട് നോക്കാറുണ്ട്, അവരുടെ സൗന്ദര്യം നോക്കാറുണ്ട്, അവരുടെ ദീനും നോക്കാറുണ്ട്. 4 കാര്യങ്ങളും നാട്ടിൽ നോക്കാറുണ്ട്. ഫദ്ഫർ ബിദാത്തി ദീൻ, എന്നാൽ നിങ്ങൾ ദീനുള്ളവളെ പരിഗണിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനുള്ളവളെ പരിഗണിക്കണം, ദീനിനെ നോക്കുക. ദീനും സംസ്കാരമുണ്ടോ, മതബോധമുണ്ടോ, പടച്ചവനെ പേടിയുള്ള കുട്ടിയാണോ എന്ന് നോക്കാം. പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന കുടുംബമാണോ എന്ന് നോക്കാം. കല്യാണ ആലോചനയിൽ ഒന്നാമത്തെ അന്വേഷണം അതായിരിക്കാം, അല്ലെ? പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന കുടുംബമാണോ, പടച്ചവനെ പേടിയുള്ള കുട്ടിയാണോ, ദീൻ പഠിച്ചിട്ടുണ്ടോ എന്ന്. കല്യാണം ആലോചിച്ചു ഈ കുട്ടി മദ്രസയിൽ എത്ര കാലം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ദീൻ പഠിച്ചിട്ടുണ്ടോ, മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ, ദീനിന്റെ അടിസ്ഥാനങ്ങളെ സംബന്ധിച്ച് അറിയോ, ആ കുടുംബത്തിന്റെ സാഹചര്യം നമ്മൾ അന്വേഷിക്കൂലേ. നമ്മളിങ്ങനെ കല്യാണം ആലോചിക്കും, അവിടെ ഇവിടെയൊക്കെ ചോദിക്കും, കുഴപ്പമില്ല. എന്നിട്ട് എന്തൊക്കെ കുഴപ്പങ്ങളാണ് സംഭവിക്കുന്നത്. പല ജാതി അബദ്ധങ്ങളിൽ ആളുകൾ പോയിട്ട് പെടുക. എന്താണെന്നറിയാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനുള്ളവളെ പരിഗണിക്കണമെന്ന ഈ നിർദ്ദേശത്തെ നമ്മൾ അത്ര ഗൗനിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. തെരിബത്തിയതാക്ക്, അങ്ങനെ ഒരു പ്രയോഗം കൂടി അതിന് ശേഷമുണ്ട്. അതിന് ചില പണ്ഡിതന്മാര് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ, ഇത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കൈ മണ്ണിൽ കുത്തും, നീ വീണുപോകുന്നു. ചിലര് പറഞ്ഞിരിക്കുന്ന അതിന് തെരിബത്തിയതാക്ക് ഫദ്ഫർ ബിദാത്തി ദീൻ തെരിബത്തിയതാക്ക്, ദീൻ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നീ വീണുപോയി. കാരണം ഉണ്ടാവില്ലയോ, നിനക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല, നിനക്ക് സന്തോഷം ഉണ്ടാവില്ല, സ്വസ്ഥമായ കുടുംബജീവിതം ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, ദീനും സ്വഭാവവും അവിടെ ഇല്ല. സ്വാഭാവികമായി അതില്ലാത്തതിന്റെ എല്ലാ കുഴപ്പങ്ങളും അവിടെ ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ ആ കാര്യങ്ങൾ മാത്രം നോക്കി പോവാ, ഇതൊന്നും ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങളാണ്. ഏതാണ് അടിസ്ഥാനം? ഈ സമ്പത്ത് നോക്കി പോവാ, ഒരടിസ്ഥാനം ഇല്ലാതെ. അതുപോലെ തറവാട് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മിഥ്യാധാരണയാണ്. ആർക്കാണ് തറവാടില്ല? എല്ലാവർക്കും ഒരു തറവാടല്ലേ. നമ്മളൊക്കെ ഒറ്റ തറവാട്ടുകാരാ. കൊല്ലുക്കും മിൻ ആദം വാദമേ തുറാബ്, അല്ലേ? എല്ലാവരും ആദമിൽ നിന്നുള്ള, ആദം ഈ മണ്ണിൽ നിന്നാണ്. പിന്നെ നമ്മൾ ജീവിച്ച പ്രദേശം, നമുക്കൊക്കെ വീട്ടുപേര് വന്നത് എങ്ങനെയാ? നമ്മൾ പാർക്കുന്ന, താമസിക്കുന്ന പ്രദേശത്തിനനുസരിച്ച്, അല്ലേ? അങ്ങനെ നമുക്ക് വീട്ടുപേര് വന്നത്. അപ്പൊ ഇതൊക്കെ വെറും ഒരു നമ്മളെ വലിയ താറഫു, അല്ലേ? താറഫു, നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടി മാത്രം നിങ്ങൾ പല കുടുംബക്കാരും ഗോത്രക്കാരും ആക്കി മാറ്റി അല്ലാഹു തആല. ഇത് മനുഷ്യർക്കിടയിൽ ഉച്ചനീതങ്ങളും ഉയർച്ച താഴ്ചകളുടെ ഒരു മാനദണ്ഡമേ അല്ല. എല്ലാവർക്കും ഒറ്റ തറവാടാണ്. കുല്ലുക്കും മിൻ ആദം വആദമു തുറ, നമ്മളൊക്കെ ആദം നബിന്റെ മക്കളാണ്. നമ്മളെ ഉമ്മ വാപ്പ ആദം ഹവ്വയാണ്. അപ്പൊ പിന്നെ ഈ തറവാട് ചിന്ത എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധി കാണും. എന്റെ തറവാട്ടുകാരാണെന്ന് അറിയപ്പെടാൻ പാടില്ല എന്നോ, എന്റെ തറവാട് എന്ന് പറയാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഈ ഔദ്ധത്യം അല്ലെങ്കിൽ ഉച്ചനീചത്വ ബോധം, മറ്റുള്ളവരെ താഴ്ന്നവരായിട്ട് കാണുക, ഞങ്ങൾ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കുക, ഇതൊക്കെ ജാഹിലിയത്താണ്. ആ ജാഹിലിയത്ത് നോക്കിയിട്ട് നിങ്ങൾ കല്യാണം നടത്താൻ പോയാൽ നിങ്ങൾക്ക് അബദ്ധം പറ്റും. പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസും കൂടെ അതിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കിയാൽ മതി. എന്താണെന്നറിയോ, ഇയ്യാകും വഖദറാ അദ്ദിമൻ, ഇയ്യാകും വഖദറാ അദ്ദിമൻ, കുപ്പയിലെ പച്ചപ്പ് നിങ്ങൾ സൂക്ഷിക്കുക. കുപ്പയിലെ പച്ചപ്പ്, കുപ്പ എന്ന് പറഞ്ഞാൽ വലിയ, നമുക്കൊക്കെ വയസ്സന്മാർക്കൊക്കെ മനസ്സിലായി, കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലായി. കുപ്പ എന്ന് പറഞ്ഞാലേ നമ്മുടെ വീടിന്റെ പിൻഭാഗത്തെ ഒക്കെ ഉള്ള കച്ചറയൊക്കെ ഇടുന്ന സ്ഥലം ഉണ്ടല്ലേ, എന്തായാലും പറയണേ അല്ലെ, അതിനാ കുപ്പ എന്ന് പറയാം. കച്ചറകളും മാലിന്യങ്ങളൊക്കെ തള്ളുന്ന സ്ഥലങ്ങള്, അത് കൂടിക്കിടക്കുന്ന സ്ഥലങ്ങള്, ഈ സ്ഥലങ്ങൾക്കാണ് കുപ്പ എന്ന് മലയാളത്തിൽ പറയുന്നതല്ലേ. ഇയ്യാകും വഖദറാ അദ്ദിമൻ, കുപ്പയിൽ മുളച്ചു പൊന്തിയ പച്ചപ്പിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞപ്പോ സ്വഹാബികൾ ഫഖീല, അവിടെ ഒരു ചോദ്യമുണ്ടായി, വമാ ഖദറാ ഉദ്ദിമൻ യാ റസൂലല്ലാഹ്, മനസ്സിലായില്ലേ നബി, എന്താണ് ഈ കുപ്പയിലെ പച്ചപ്പ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅത്തുൽ ഹസന, സുന്ദരിയായ സ്ത്രീ, ഫിൽ മംബിത്തി സൂ, മോശപ്പെട്ട സാഹചര്യത്തിൽ വളർന്നത്. മനസ്സിലായില്ലേ? അപ്പം വളർന്ന സാഹചര്യവും ചുറ്റുപാടും വീടും സംസ്കാര കുടുംബവും അതിന്റെ മറ്റൊക്കെ എല്ലാം മനസ്സിലാവും, നമുക്കൊക്കെ മനസ്സിലാവും. സൂചന മതി.
മോശപ്പെട്ട സാഹചര്യത്തിൽ വളർന്ന സുന്ദരി തൊലിവെളുപ്പും സൗന്ദര്യവും മാത്രം നോക്കിപ്പോയി പെട്ടു. സൂക്ഷിക്കണം. കാരണം ഇതൊന്നുമല്ല, ഇതുകൊണ്ടൊന്നും കാലാകാലം നിങ്ങൾക്ക് സന്തോഷവും സമാധാനമായിട്ട് ജീവിച്ചു പോകാൻ കഴിയില്ല. ജീവിച്ച സന്തോഷത്തിലും സമാധാനത്തിലും പോകണമെങ്കിൽ പുരുഷൻ അവന് വേണ്ടി പരിഗണിക്കുന്ന പെൺകുട്ടി അവന്റെ ഇണ ദീനും സ്വഭാവവും ഉള്ളതായിരിക്കണം. ഇത് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്. ഇതാണ് ഒരു കാര്യം. വിവാഹത്തിൽ നമ്മൾ ഇണയെ അന്വേഷിക്കുമ്പോൾ പുരുഷന്റെ ഭാഗത്ത് വന്നു. എന്നാൽ മറ്റൊരു സംഗതി നമ്മൾ അത്ര പറയാറില്ല. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു ഭർത്താവിനെ, ഒരു പുരുഷനെ അന്വേഷിക്കുമ്പോൾ അവിടെ എന്ത് പരിഗണിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെയും പറഞ്ഞു, ഇദാ ജാഅകും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫഅൻകിഹു. നിങ്ങളുടെ പെൺകുട്ടികൾക്ക് ഒരാൾ അന്വേഷണവുമായി വന്നു, നല്ല ദീനിയാണ്, നല്ല സ്വഭാവമുണ്ട്. അവിടെ സ്വഭാവം പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം സ്വഭാവം നന്നായിട്ടില്ലെങ്കിലേ പെൺകുട്ടിക്ക് കുടുംബത്തിൽ വീട്ടിലിരിക്കാൻ പറ്റില്ല, സമാധാനം ഉണ്ടാവില്ല. ദീനും സ്വഭാവവുമുള്ള ഒരാള്, അവന് അത്ര സമ്പത്തില്ല, അവനത്ര മറ്റുള്ള സെറ്റപ്പ് ഇല്ല, നമ്മൾ പറയണ ഇല്ല, കുറച്ച് കുറവാ അല്ലേ, അത് മാത്രം നോക്കി അവന്റെ സ്റ്റാറ്റസ് മാത്രം നോക്കിയിട്ട്, ഏത് സ്റ്റാറ്റസ്? സോഷ്യൽ സ്റ്റാറ്റസ്, അവന്റെ സാമൂഹ്യമായ അവസ്ഥ. വലിയ ഉദ്യോഗസ്ഥനാണ്, വലിയ ശമ്പളക്കാരനാണ്, 5 അക്ക ശമ്പളമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ, ഇതൊക്കെ നോക്കി, അത് നോക്കുന്നത് തെറ്റൊന്നുമല്ല അങ്ങനെ ഒരാള്. പക്ഷെ അതും അവിടെയൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, സൗന്ദര്യം ഉണ്ടായ ഒരു കുറ്റാണോ? സൗന്ദര്യം കുറ്റല്ല. ഒരു നല്ല തറവാട് എന്ന് അറിയപ്പെടുന്ന ഒരു തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ കുറ്റാണ്? കുറ്റല്ല. മുതൽ കുറച്ചുണ്ടായി കുറ്റാണ്? കുറ്റല്ല. പക്ഷെ ഇതിനൊക്കെ പരിഗണന ദീനിന് കൊടുക്കണം എന്ന് അവിടെ പറഞ്ഞില്ലേ. ദീൻ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അതൊന്നൊരു തെറ്റല്ല. ഇതൊന്നും ദീനില്ല, പിന്നെ മറ്റുള്ളതൊക്കെ പരിഗണിച്ചു, കുഴപ്പ. ഇവിടെ അത് തന്നെയാണ്, മറ്റുള്ള എല്ലാ സംഗതികളും പരിഗണിച്ചു, പക്ഷെ ദീൻ നോക്കിയില്ല, സ്വഭാവം നോക്കിയില്ല, കണ്ണീര് കുടിക്കും. അതാണ് ഒരുപാട് അനുഭവങ്ങൾ. അപ്പൊ എന്താണ്? സമാധാനവും സംതൃപ്തവുമായ കുടുംബജീവിതം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം, നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം. അപ്പൊ അതിനുവേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ കരുതിയിരിക്കണം. ഈ പറഞ്ഞ പോലെ ഈ കുട്ടിയുടെ, ഇവന്റെ ദീനെന്താ, ഇവൻ പള്ളിയിലുണ്ടാകുന്ന ആളാണോ, നമസ്കരിക്കുന്ന ആളാണോ, ഇവന്റെ സ്വഭാവം എന്താ? അന്വേഷണം ഒരാളിൽ, രണ്ടാളിൽ പരിമിതപ്പെടുത്തേണ്ട. നമ്മൾ പരിമിതപ്പെടുത്തരുത്. സാധ്യമായിടത്തോളം നല്ല വിവരങ്ങൾ അന്വേഷിച്ചിട്ട് അബദ്ധത്തിൽ പോയിട്ട് ചാടാൻ പാടില്ല. അബദ്ധത്തിൽ പോയിട്ട് അങ്ങോട്ട് പെടുകയാണേ. ഇപ്പൊ ഈ ആഴ്ച ഒരു കേസിൽ ഞാൻ ഇടപെട്ടു, അല്ലെങ്കിൽ അറിഞ്ഞു അല്ലേ, ഒരു വിധത്തിൽ അങ്ങോട്ട് തീർന്നു പോയി എന്ന് മാത്രം, വലിയ കുഴപ്പമില്ലാതെ വേർപെട്ടു പോയി. എന്താ കാര്യം? നമ്മൾ അത്രണ് അന്വേഷിച്ചില്ല. ഈ അത്രണ് അന്വേഷിച്ചില്ല എന്നുള്ള വാക്ക് വിവാഹത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവാനേ പാടില്ല. വലിയ അബദ്ധത്തിൽ നമ്മൾ പെടും, വലിയ അബദ്ധത്തിൽ. അപ്പോ ഈ ഒരു പോയിന്റ് മാത്രമാണെന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ലിതസ്കുനു ഇലൈഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് റബ്ബ് ഇണകളെ പടച്ചു തന്നത്, നിങ്ങളുടെ ഇണകളായിട്ട് ജീവിക്കുന്നത്, നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചത് എന്തിനാണെന്നറിയോ? ലിതസ്കുനു ഇലൈഹ. നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ്, സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പൊ ആ സന്തോഷവും സമാധാനമുള്ള ജീവിതം ഉണ്ടാകണമെങ്കിൽ ഇണകൾ നന്നാവണം, പരസ്പരം നന്നാവണ്ടേ. ആ നന്നാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനാണ്, സ്വഭാവമാണ്, സംസ്കാരമാണ്. ആ അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതിരുന്നാൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള ഒരൊറ്റ പോയിന്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത പുസ്തകങ്ങളിലായിട്ട് പറയാമെന്ന് വിചാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد أيها المؤمنون. أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ഈ ലോക സാഹചര്യങ്ങൾ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ, യുദ്ധത്തിന്റെ കാര്യം, തൽക്കാലം ഒരു ശാന്തി, ഒരു അത് വന്നിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് താൽക്കാലികമാണ്, സ്ഥിരമായ ഒരവസ്ഥയല്ല. അല്ലെങ്കിൽ അത് ഒരു ചതിയാണോ അതെന്നൊക്കെ ചർച്ച. എന്തായിരുന്നാലും പോലും നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ?
മർദ്ദിതർക്കും പീഡിതർക്കും അങ്ങനെ തലകുലിച്ചു കൊടുക്കേണ്ടുന്ന ഒരവസ്ഥയില്ലാത്ത ഇത്തിരി അഭിമാനവും അന്തസ്സും ഒക്കെ ഉള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ സംഗതി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അക്രമികൾ, ധിക്കാരികൾ, അഹങ്കാരികൾ, തോന്യാസികൾ, തെമ്മാടികൾ, ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന, അതിന് കഴിവുള്ള, ഭ്രാന്ത് പിടിച്ച മനുഷ്യന്മാർ അവരാണ് അല്ലെ. അവർക്കൊക്കെ ഒരു തിരിച്ചടി, ഒരു എന്താ പറയാ, സമനില വീണ്ടെടുക്കാനുള്ള അവസരമൊക്കെ ഒന്ന് കിട്ടുക എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുക. നല്ലൊരു പര്യവസാനം ഈ വിഷയങ്ങൾക്കുണ്ടാവട്ടെ. നമ്മുടെ ലോകത്ത് മുഴുവനും സത്യവിശ്വാസികൾ, അതുപോലെ മർദ്ദിതരും പീഡിതരും പാവപ്പെട്ടവരും ദുർബലരായ മനുഷ്യരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവട്ടെ. നമ്മുടെ സഹോദരന്മാർ ഗൾഫ് നാടുകളിലൂടെ പലരും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിനും നല്ലൊരു പരിഹാരം റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബെ. ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബെ. ലോകത്തുടനീളം നിലനിൽപ്പിന് വേണ്ടി, സത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അക്രമികളെ പാഠം പഠിപ്പിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് ഈമാനും തഖ്വയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. തഖ്വയും ഈമാനും കൊണ്ട് ജീവിച്ച് മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേര് പടച്ചവനെ ഈ സദസ്സിലുണ്ട്, വീട്ടിൽ കിടക്കുന്നുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. നാഥ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ നാഥ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اشف امراضنا وامراض مرضانا شفاء تاما لا يغادر سقما. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.